അന്ന് മാഞ്ചുന പോൽ പൊള്ളിടുന്നു നീ തടം തന്നൊരുമയെല്ലാം. മനസ്സിലായോ? ട്രെൻഡിങ് റീലിന്റെ പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോ ട്രാൻസിഷൻ ആണ്. അയ്യോ വലിയ ട്രാൻസിഷൻ ആണ്. ഇപ്പൊ ഈ പാട്ട് ആദ്യമൊക്കെ കാണുമ്പോ നല്ല രസമായിരുന്നു. 30-40 വയസ്സുള്ള റിലേഷൻഷിപ്പിലൊക്കെ 25 വയസ്സ് മുതൽ തുടങ്ങിയ റിലേഷൻഷിപ്പ് അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ പോകെ ഇതിന്റെ ട്രെൻഡ് അങ്ങ് മാറി, കുറച്ച് കുറഞ്ഞു. 28 വയസ്സുള്ള ആള് 17 വയസ്സുള്ള ആളെ പ്രേമിക്കുന്നു. 15 വയസ്സുള്ള പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് 28 വയസ്സുള്ള മുതുകൻ പോയി കറങ്ങാൻ പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ താഴെ കുറെ ന്യായീകരണങ്ങളും, എന്ത് നല്ല പ്രണയമാണ്, പക്ഷെ ഇത് പ്രണയമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പണ്ട് അങ്ങനെയായിരുന്നു. അതായത് പണ്ടത്തെ സോഷ്യൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. അതായത് അന്നത്തെ ആൾക്കാർ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ അറേഞ്ച്ഡ് മാരേജിന്റെ കേസിലാട്ടോ ഞാൻ പറയുന്നത്. അന്നത്തെ ആൾക്കാർ ചിന്തിച്ചിരിക്കുക ഇതായിരിക്കും, നമ്മളൊരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ആണിന്റെ കയ്യിലേക്ക് ഒരു പെണ്ണിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ പൊന്നുപോലെ നോക്കും. അവൻ ആ ഒരു പെണ്ണിന് ഒരു അച്ഛൻ്റെതായിട്ടുള്ളൊരു സ്നേഹങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. ആ ഒരു ഇതും കൂടെ കൊടുക്കണം. പറഞ്ഞില്ലേ പൊന്നുപോലെ നോക്കുക എന്ന് പറഞ്ഞതിൽ തന്നെ അപകടമില്ലേ? ഇപ്പൊ നമ്മൾ അതാണ് പറഞ്ഞത്. ഇപ്പൊ പൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പൊന്നെ 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 പൊന്നെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു 15, ഇത് ശരിക്കും അപകടമുണ്ട്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയായി 28, 29, 30 വയസ്സുള്ള ഒരാള് പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രൂമിങ്. ആ കുട്ടി വളരേണ്ട സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ബുദ്ധി വളർച്ച പൂർണ്ണമായിട്ടില്ല. നമുക്കൊക്കെ 15 വയസ്സിൽ എത്ര ബുദ്ധിയും ബോധവും ഉണ്ടായിരുന്നു, നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ പ്രായത്തില് ഇവരെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് അപ്പൊ വളരുന്നത്, ഈ കുട്ടി വളരുന്നത് ഈ പുരുഷൻ ചിന്തിക്കുന്ന രീതിയിലേക്കായിരിക്കും. 28 വയസ്സുള്ള അപ്പൊ റൊമാൻറ്റിക്കലി സെക്ഷുവലി ഇൻവോൾവ് ആവുന്നു. അതിൽ തന്നെ ഒരു പോക്സോ പ്രശ്നമുണ്ട്. പോക്സോ അവിടെ മാറി നിൽക്കട്ടെ, പക്ഷെ ഈ പറഞ്ഞ ഗ്രൂമിങ് ഉണ്ടല്ലോ, ഈ കുട്ടിയെ വളർത്തുന്നത് ഇയാളാണ്. ഇപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത ബന്ധത്തിൽ ഒരാൾ, ഒരു കുടുംബം, ഓക്കെ, ആ പുള്ളിയും വൈഫും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഒരു വിവാഹം കഴിക്കുന്ന 20 വയസ്സിലൊക്കെ തന്നെയാണ്, എന്നാൽ പോലും 15 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പൊന്നു പോലെയാണ് അയാള് ഇവരെ നോക്കിക്കൊണ്ടിരുന്നത്. വളരെ സ്നേഹത്തോടെ നോക്കുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. കോവിഡ് കാലത്ത് ആ പുള്ളി മരിച്ചുപോയി. ഇതിനുശേഷം അപ്പോൾ അവർക്ക് 60 വയസ്സോ മറ്റോ ഉണ്ട്. അവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. 60 വയസ്സുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ പുറത്തുനിന്ന് എങ്ങനെ ഭക്ഷണം വാങ്ങിക്കണം, എങ്ങനെ ആശുപത്രിയിൽ പോകണം, എങ്ങനെ ഒരു ബസ് കയറണം എന്ന് പോലും അറിയില്ല. അത് അത്രയും ഡിപ്പെൻഡൻ്റ് ആക്കി അവരെ ഇങ്ങനെ ഇത്രയും വർഷം ഇങ്ങനെ ഗ്രൂം ചെയ്ത് കൊണ്ടുപോയതിൻ്റെ പ്രശ്നമാണ്. അത് ഇൻഡിപെൻഡൻസിൻ്റെ ഒന്നുമല്ല, പക്ഷെ അവരെ സ്വന്തമായി ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരാളാക്കി തീർത്തത് ഈ ഒരു റിലേഷൻഷിപ്പാണ്. ഇതെല്ലാ കാര്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ 12 വയസ്സിലും 14 വയസ്സിലും പിള്ളേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ പറയുന്ന പോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനായിട്ട് റിലേഷൻഷിപ്പിലാവുന്നതിനെ പറ്റി അല്ല നമ്മൾ പറയുന്നത്. ഈ 10 വർഷം ഏജ് ഗ്യാപ്പിൽ 28 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് പ്രണയം തോന്നുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതായത് ഇത് ഡയറക്ട്ലി അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനും എൻ്റെ പാർട്ട്ണറും ഞാനൊരു 20 വയസ്സിലും അയാൾക്കൊരു ഒരു 10 വയസ്സൊരു ഗ്യാപ്പുള്ള ആ ഒരു സിറ്റുവേഷനിലുമാണ് നമ്മൾ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇൻഡയറക്ട്ലി ആണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് വേറൊരാളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോഴാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ അറിയുന്നത്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈ മൊബൈൽ ആക്സസ് ഇല്ല, പിന്നെ സോഷ്യൽ മീഡിയ ആക്സസ് ഇല്ല, നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് മേഘ. പക്ഷെ നമ്മൾ അതിനകത്ത് അത്രയും ഒരു ഡെഡിക്കേഷനോട് കൂടിയായിരിക്കും നമ്മൾ അതിനകത്ത് നിൽക്കുന്നത്. ചിലപ്പോൾ മേ ബി, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇതായിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നിൽക്കുക. മേ ബി നമുക്കറിയാം ഇവർ കുറെ കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകാനുള്ളതാണ്. അപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള ഒരു മനുഷ്യൻ ഇതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അന്നത്തെ തോട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇവരൊക്കെ പോകാനുള്ള ആൾക്കാരാ. അപ്പം നമ്മൾ പിന്നെയും വിചാരിക്കും, അന്നത്തെ തോട്ട് ഞാൻ ഇപ്പോഴും പറയുന്ന മണ്ടത്തരമാണ് എന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു, പാരൻസ് പോലും കുറച്ച് സമയം കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എൻ്റെ ഏട്ടായിയാണ്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ തോട്ട്. അപ്പൊ ഇയാള് നമ്മളെ, അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ
അപ്പം നമ്മൾ ഇയാളെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഇയാൾ പറയുന്നതാണ് കേൾക്കേണ്ടത്, ഇയാളുടെ ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള തോട്ടിലേക്ക് നമ്മൾ വരും. അത് ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഒരിക്കലും ചിലപ്പോൾ അയാൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കഴിയുമ്പോൾ പ്രാന്ത് കയറും, അത് വേറെ കാര്യം. പക്ഷെ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് പയ്യെ ഒരു പോയിസൺ ഇങ്ങനെ ഇൻജക്ട് ചെയ്യുന്ന പോലെ സ്ലോ പോയിസൺ സാധനം ശരിക്കും ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ നീ അവിടെ പോകരുത് എന്ന് പറയുന്നതായിരിക്കില്ല എന്നല്ല പറയുന്നത്, നീ അവിടെ ഞാൻ കൊണ്ടുവിടാൻ നിന്നെ എന്ന് പറയുമ്പോ അവിടെ ഒരു കെയറിന്റെ എലമെന്റും കൂടെ വന്നു. അവിടെ വേറൊരു എലമെന്റും കൂടെ ഞാൻ പറയാം, വേറൊരു ടോണും കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പൊ മേഘ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ കൊണ്ടുവിടാം എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡന്റ് ആകുന്നത് ഒരു ഡിപ്പെൻഡൻസിയാണ് അവിടെ പറയുന്നത്. പക്ഷെ പോകേണ്ട എന്ന് പറയുന്നത് ഒരു സാഹചര്യമുണ്ട്, പക്ഷെ അത് ഇൻഡയറക്ട്ലി ആയിരിക്കും പറയുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ ആദ്യം പറയും, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുമ്പോ അയാൾക്ക് വിഷമാകും എന്നുള്ളത് പറയും. അപ്പൊ നമ്മൾ ഒരിക്കലും വിഷമിച്ച് ഞാനിങ്ങനെ പോന്നേ അങ്ങനെ വിചാരിക്കും. അങ്ങനെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്സ് കട്ട് ചെയ്യും, അനുഭവം ഗുരു അങ്ങനെ സർക്കിളുകൾ ബന്ധം നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള മനുഷ്യൻ ആരാ? നമ്മുടെ ഏട്ടായിയാണ്. അപ്പൊ നമ്മൾ ആരുടെ കൂടെ ഏട്ടായിയുടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ സർക്കിൾ നമ്മൾ പയ്യെ 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 കട്ട് ചെയ്ത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ലവർ എന്നുള്ളതാവും. അല്ല ഞാൻ പറയാണ് ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരാ. കാരണം എന്താന്ന് വെച്ചാൽ പ്രേമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പോകെങ്കിലും ചെയ്യുമെന്നൊക്കെ വിചാരിക്കാം. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു കുട്ടിയും കൂടെ ആയുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വളർന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. യുനോ പരിചയമുള്ള കുറച്ച് ആൾക്കാർ. അപ്പം അത് ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മള് കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുമ്പം 10 വയസ്സോ 15 വയസ്സോ നമുക്ക് മൂപ്പുള്ള ആൾക്കാരെ നമുക്ക് പ്രേമിക്കാം, അതിൽ തെറ്റില്ല. ഞാൻ ഇപ്പോഴും പറയണത് തെറ്റില്ല. പക്ഷേ അതിനകത്ത് നമ്മുടെ പ്രായമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രായം എന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ പോയി പ്രേമിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇപ്പം ആരും കേൾക്കണം എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, ആർക്കും ഇൻസ്പിറേഷൻ ഒന്നും ആവണ്ട. പക്ഷെ എന്നിരുന്നാലും 25 വയസ്സിന് ഇപ്പുറത്തോട്ട്, അതായത് ഒരു 26 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ, അപ്പോഴേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്വഭാവം നമ്മളിൽ രൂപപ്പെടുള്ളൂ. അതായത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രൂം ചെയ്യുന്ന നമ്മളെ തന്നെ ഗ്രൂം ചെയ്യുന്ന ഞാൻ പറഞ്ഞേ നമ്മളെ തന്നെ ഗ്രൂം ചെയ്യുന്ന ഒരു ഗ്രൂമിങ് ഒരു 3/4 ഭാഗത്തോളം നമ്മളെ മുക്കാൽ ഭാഗത്തോളം കംപ്ലീറ്റ് ആകേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് 26 വയസ്സാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ തന്നെ റിലേഷൻഷിപ്പ് ചോയ്സസ് എടുത്തു നോക്കുകയാണെങ്കിൽ 25 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ചോയ്സസ് എന്ന് പറയുന്നത് മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതുപോലെ ആയിരുന്നു. സത്യമാണ്. അതിനുശേഷമാണ് നമുക്കൊരു അപ്പൊ 20 വയസ്സും 18 വയസ്സും ഉള്ള കുട്ടികൾ വലിയ ആൾക്കാരെ പ്രണയിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകും, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു സാധനം വരും. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് സദാചാര ബോധം എന്ന് പറഞ്ഞിട്ട് വരും. അതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. ഈ 26 വയസ്സിന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ അയാൾ ഒരു 56 വയസ്സുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഞാൻ പറയണ അന്ന് അങ്ങനെ പോണെന്നല്ല, 56 വയസ്സിനും ഭയങ്കര ഡിഫറൻസ് വരും. അയാളുടെ ചിന്താഗതി വേറെ ആയിരിക്കും. തല്ല് പിടിച്ച് നമ്മൾ പോരേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു 30 വയസ്സിന് അല്ല ഒരു 40 വയസ്സിനുള്ളിൽ നിൽക്കുന്ന ആളെയാണ് നിങ്ങൾ പ്രേമിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ തന്നെ ആയിട്ട് നിൽക്കാനായിട്ട് നമുക്കൊരു ഇത് വരും. അപ്പൊ എന്താ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പണം. അതായത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ അയാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര വലിയൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഒരു റിലേഷൻഷിപ്പ് നല്ലതായിട്ട് കൊണ്ടുപോകാൻ. നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അവർക്കും തോന്നരുത്, അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്കും തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ കാര്യം തിരിച്ചും ഹാപ്പൻ ചെയ്യാം. ഇപ്പൊ എനിക്കിപ്പോ 28 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. എനിക്കിപ്പോ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളെ പ്രണയിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനൊരു 16 വയസ്സുള്ളൊരു കുട്ടിയെ പ്രണയിക്കുന്നതും തെറ്റാണ്. ഇപ്പൊ ഈ പുരുഷന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നമ്മൾ ഈ പോക്സോ കേസസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അധ്യാപികമാര് സ്കൂളിലെ ആൺകുട്ടികളുമായി പ്രണയബന്ധത്തിലാകുമ്പോൾ ഈ അധ്യാപികമാർക്കെതിരെ കേസെടുക്കാറുണ്ട്. അതുപോലെ അത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു 16 വയസ്സുള്ള ഒരു കൊച്ചിനെ പ്രണയിക്കുകയാണെന്ന് വിചാരിച്ചോ, പറയാൻ പോലും പറ്റുന്നില്ല, പ്രണയിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പൊ ആ കുട്ടി എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ചിന്താഗതികൾ അവനിലേക്ക് എനിക്ക് കുത്തി നിറയ്ക്കാൻ പറ്റും.
അങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറയാൻ എനിക്ക് പറ്റും. ഇയാളുടെ ഒരു ഞാൻ വേറെ വളർന്ന version ആണ് വഴിയിലേക്ക് വളർത്തുന്നത്. അവനെ എനിക്കിങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതെ. അതിൽ എത്രത്തോളം അപകടം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വേറെ വേറെ അച്ഛനമ്മമാരുടെ മക്കളാണ്. അപ്പോൾ നമ്മളെയൊക്കെ കുഞ്ഞിലേ മുതലേ നോക്കിയിട്ടുള്ളതും അവരുടേതായിട്ടുള്ള രീതികൾ വെച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ കുറുക്ക് തന്നിട്ടുള്ള രീതിയിലായിരിക്കില്ല മേഘയ്ക്ക് പണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത്. എന്റെ അമ്മ ഇങ്ങനെ തന്നത്, ഞാനൊരിക്കലും മേഘയുടെ അമ്മ അങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്റെ രീതിയിലായിരിക്കും ഞാൻ എന്റെ കുട്ടീനെ വളർത്തുന്നത്. അതേപോലെ തന്നെ എന്നെ പണ്ട് വളർത്തിയിരുന്നത് ആ രീതിയിലാണ്. അത് തന്നെയാണ് ഞാൻ പിന്നീടും കാണിക്കുന്നത്. കുറച്ച് മാറ്റങ്ങളും ഇപ്പോഴത്തേതായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ഞാൻ അതിനകത്ത് വരുത്തിന്നിരിക്കും. പക്ഷെ എക്സാക്ട്ലി പറഞ്ഞ ബേസ് എനിക്ക് അതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ രീതിയിലായിരിക്കും ഞാൻ പിന്നീട് വളരുന്നത്. അപ്പൊ ഞാൻ വേറൊരു വീട്ടിൽ വളർന്ന് വേറൊരു അച്ഛനമ്മമാരുടെ കൂടെ വളർന്നിട്ടുള്ള ഒരു ഞാനും മേഘയായിട്ട് ഇത്രയും എന്താ പറയാ സ്വഭാവത്തിനും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും തിങ്ക് ചെയ്യുന്ന രീതിക്കും ഒക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അതൊരു എക്സാമ്പിളാണ്. കാരണം എന്താന്ന് വെച്ചാൽ 17 വയസ്സിൽ ഒരു പെൺകുട്ടീനെ ഒരു 28 വയസ്സോ 30 വയസ്സുള്ള ഒരാൾ പ്രേമിക്കുമ്പം ഇതേ കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. അയാളാണ് വളർത്തുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ അയാൾ വളർത്തുമ്പോൾ അയാളുടേതായിട്ടുള്ള രീതിയിൽ അയാളുടെ ഇഷ്ടങ്ങള് ഫോഴ്സ് ചെയ്തോ അല്ലാതെയോ മറ്റയാളിലേക്ക് അടിച്ചമർത്തപ്പെടുകയും അതിലൂടെ നമ്മൾ വളരുകയും ചെയ്യുമ്പോഴുള്ള നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ അച്ഛനമ്മമാരുടെ അടുത്തൊന്നും നമ്മൾ ഒരു 10-18 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ആയാൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തുടരാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകും. അതെ, ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ ഒരു ലവർ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ വാട്ടെവർ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ലിമിറ്റേഷൻസ് കുറച്ചുകൂടി കൂടും. ചില ആൾക്കാർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് വീട്ടിലൊക്കെ നിന്ന് നല്ല രീതിയിൽ ഭയങ്കര ചിരിയും കളിയും സമാധാനവും ഒക്കെ ആസ്വദിച്ചു വന്ന ഒരാള് പെട്ടെന്ന് ഒരു 10-30 വയസ്സുള്ള ആളുടെ അടുത്ത് നിന്ന് നമ്മൾ ചെന്ന് അയാളുടേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അതെ. ഇപ്പൊ റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു 15 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി വളരുന്നത് സാമൂഹിക ചുറ്റുപാട്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ്, അറിയുന്ന ആൾക്കാര്, ഇങ്ങനെ കുറെ ആൾക്കാരെ കണ്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുത്ത് ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ഇങ്ങനെ കുറെ നമ്മളായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റത്തിൽ നമ്മൾ വളരുകയാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ നോക്കി വളർത്താൻ ഒരാൾ വരുമ്പോ അയാളാണ് നമ്മളെ വളർത്തുന്നത്. ഇതാണ് ഈ പറയുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞതിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആള് ചെയ്യുന്ന തെറ്റാണത്. ഈ കുട്ടിക്ക് അത് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ ഇതൊരു ആൺകുട്ടിയാണ് ചിലപ്പോ ആ അറിവില്ലായ്മ എന്ന് പറയുന്നത് മറ്റേ പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സാധനമാണ്. അത് ശരിക്കും ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ അപ്പർ ഹാൻഡ് ഉള്ള വ്യക്തിയാണ്. അതൊരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, പ്രായ വ്യത്യാസത്തിൽ ഡോമിനൻസ് കൂടുതലുള്ള ആൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തി, ഒരു പേഴ്സണെ, അയാളുടെ പേഴ്സണാലിറ്റിയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത്. ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ. എനിക്കത് ഞാനിങ്ങനെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അതിനിപ്പോ എന്തോ 15 വയസ്സ് 12 വയസ്സിൽ പ്രേമിച്ചാൽ എന്താ കെട്ടിയല്ലോ എന്നൊക്കെയാണ് അവര് വിചാരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർ രണ്ടുപേരും കൂടി ഒരു സ്റ്റേബിൾ ആയിട്ട് അവര് അത്രയും വർഷങ്ങൾ താണ്ടിപ്പോയല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സും അവിഹിതങ്ങളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവര് സർവൈവ് ചെയ്ത് പോയല്ലോ എന്നുള്ളത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അത് നല്ല കാര്യം. അത് പക്ഷേ അപ്പോഴല്ല തുടങ്ങേണ്ടിയിരുന്നത് 12 വയസ്സിലല്ല. അതെ, അവിടെയാണ് വർഷങ്ങളുടെ കണക്ക് വെച്ചിട്ട് ഒരു ആത്മാർത്ഥത അളക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു 2 മാസമോ അല്ലെങ്കിൽ ഒരു 3 മാസമോ ഒക്കെ ഉള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ കൊടുത്ത ആത്മാർത്ഥത ആയിരിക്കില്ല. ചിലപ്പം നമുക്ക് ഒരു ട്രോമ ബോണ്ടിങ് കൊണ്ടിട്ട് ഒരു 5-6 വർഷം പോവേണ്ടി വരുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചെളിവാരി എറിഞ്ഞിട്ട് പോവാൻ പറ്റാത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ട്, അതൊരിക്കലും ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമല്ല, വിട്ടു പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴേക്കും അതിനകത്ത് ആത്മാർത്ഥത ഇല്ല എന്നല്ല, ആത്മാർത്ഥത ഉണ്ട്. പക്ഷെ നമുക്കറിയാം അത് മുന്നോട്ട് പോയ പ്രശ്നമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കൊണ്ടുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥയുണ്ട്, ഒരു 5-6 വർഷമൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ഒരു 2 മാസത്തെ റിലേഷൻഷിപ്പിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രേമിച്ചിട്ടുണ്ടാവും, നല്ല രീതിക്ക് പ്രേമിച്ചിട്ടുണ്ടാവും, നല്ല ഭംഗിയുള്ള പ്രണയമായിരിക്കാം അത്. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളത് മാറ്റേണ്ട വരേണ്ട സാഹചര്യമാണ്.
പക്ഷെ അന്ന് കുറെ നാള് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു വർഷങ്ങൾ കൂടിയുള്ള പ്രണയങ്ങൾ നമുക്ക് സംഭവിച്ചെന്ന് ഇരിക്കാം. പക്ഷെ ഇന്ന് അത്രയും ഒരു സമയത്തേക്ക് അത് പോകണമെന്നില്ല. എനിക്ക് തോന്നുന്നു അതെന്ന് പറയുന്നത് നമുക്ക് ദിസ് ഇസ് നോട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ ഇറങ്ങി വരാനുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ ഓക്കെ ഇത് ഒന്നല്ലേ സംഭവിച്ചുള്ളൂ, നമുക്ക് അടുത്ത് നോക്കാം, ശരിയാകുമായിരിക്കും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. 12ഉം 13ഉം വയസ്സല്ല ഇത് ഒരു തീരുമാനമെടുക്കേണ്ട സമയം. നിങ്ങൾ പ്രണയിക്കരുത് എന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. എന്നാലും ഒരു കല്യാണം എന്നൊരു തീരുമാനമെടുക്കാൻ, ദിസ് ഇസ് ലൈഫ് ലോങ് എന്നൊരു തീരുമാനമെടുക്കേണ്ട പ്രായം 12ഓ 13ഓ 18 പോലുമല്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പറഞ്ഞ കല്യാണം കഴിക്കാനുള്ള വിവാഹപ്രായം 18ൽ നിന്ന് ഉയർത്തണമെന്ന് വാദിക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ ഉണ്ട്. ആ ആവശ്യകത ഇത് തന്നെയാണ്. ചിന്തിക്കുന്ന സമയം ഒരു 25 വയസ്സൊക്കെയാണ് നോർമലി അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ കല്യാണാലോചന നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇത് ഇഷ്ടപ്പെട്ടില്ലേ, പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് ഇയാളുമായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും 19 വയസ്സിൽ കെട്ടിച്ചാൽ മതിയായിരുന്നു, ശല്യം എന്ന് പറയും. അപ്പോൾ എനിക്കും അമ്മയ്ക്കും അറിയാം 19 വയസ്സിൽ ഞാൻ ഒന്നും ചിന്തിക്കില്ല, കൊണ്ട് തന്നെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് ചൂസ് ചെയ്യും എന്നറിയാം. അന്ന് എൻ്റെ അമ്മ അത് എനിക്ക് ചെയ്ത് തന്നിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പൊ എനിക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ ഒരു പോയിന്റ് എനിക്ക്. ഇതിന്റെ വേറൊരു വശം ഞാൻ പറഞ്ഞോട്ടെ. വേറെ വശം എന്ന് വെച്ചാൽ പോസിറ്റീവ് വശം തന്നെയാ. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആണുങ്ങൾ അറിയില്ല. ഇപ്പൊ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് നമ്മുടെ അച്ഛനെയാണ്. നന്നായിട്ട് അറിയുന്ന ഒരു ആണിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ അച്ഛൻ എങ്ങനെ ചിന്തിക്കും, നമ്മളുടെ അച്ഛൻ എങ്ങനെയാണ്, നമ്മളുടെ ഒരു അമ്മയുടെ അടുത്ത് എങ്ങനെയാ പെരുമാറുന്നത്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ആണിനെ നമ്മൾ അളക്കുന്നത്. നമുക്കൊരിക്കലും ഒരു അധ്യാപകൻ, നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യോ? ഇല്ല. നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് നമ്മുടെ അച്ഛനെ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുറെ കഴിയുമ്പോഴേക്കുമാണ് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ആവുന്നത്. അത് ഞാൻ പറയുകയാണെങ്കിൽ മെയിൽ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ നമ്മൾ വളരണം. അതായത് ചില ആൾക്കാർ മിക്സ്ഡ് ആയിട്ടുള്ള സ്കൂളിൽ ചേർക്കാതെ ആളുകളെ ഗേൾസ് സ്കൂളിൽ മാത്രം ചേർത്ത് വെച്ചിട്ട് വളർത്തും. കാരണം അവർ ആണുങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും അറിയണം. എന്ന് വെച്ച് തെമ്മാടിത്തരം ആക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരാൺ എങ്ങനെ ചിന്തിക്കും, അവർ ഏത് ലെവലിൽ വരെ പോകും എന്നുള്ളതൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് കണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പെൺകുട്ടികൾക്ക് ആക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അബദ്ധത്തിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ ആളുകളെ കണ്ട് അല്ലെങ്കിൽ ഒരു ബോസി നേച്ചറുള്ള ഒരു ആളിനെ നമ്മൾ ഇതൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിലാവണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, പരിചയപ്പെടുന്ന കാര്യം ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട്, ഇപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിനകത്ത് നല്ല, അതായത് നമ്മളെ പെണ്ണുങ്ങളെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിനകത്ത് ഭയങ്കര എക്സ്ട്രീം ഡോമിനൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇതിന്റെ ഇടയിൽ മിഡിലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ യൂസ് ചെയ്യാൻ തക്കവണ്ണം നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നു. പിന്നെ നമ്മളുടെ അടുത്ത് വർക്കിന്റെ ആവശ്യത്തിനായിട്ട് കുറെ ആൾക്കാർ വന്നു പോകുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു ബിസിനസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ അതിനകത്തുകൂടി കാണുന്നു. അങ്ങനെ കുറെ നേച്ചറുള്ള ആളുകളെ നമ്മൾ കണ്ട് ഒരു 10-26 വയസ്സാവുമ്പോൾ നമ്മൾ ഈ ആളുകളൊക്കെ നമ്മൾ ഈവൻ പെൺകുട്ടികളെ ആണെങ്കിൽ പോലും നമ്മൾ പല രീതിയിലുള്ള സ്വഭാവങ്ങളിലുള്ള ആൾക്കാരെ കണ്ടുപഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിനകത്തുനിന്ന് നല്ലൊരാളെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എത്രയൊക്കെ നമ്മൾ ചൂസ് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടില്ല എന്നുള്ളത് ഞാൻ എഴുതി തരാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് വൈബ് മാച്ച് ചെയ്യുന്ന, വൈബ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വഭാവം, ഞാൻ എങ്ങനെയാണോ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കാണുമ്പോൾ, എന്ന് വെച്ചാൽ എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ചില തിരുത്തലുകളാവാം, പക്ഷെ അത് ഭയങ്കര ഡൊമിനൻസോടുകൂടി തിരുത്താത്ത ആളുകളെ നമ്മൾ കാണും. അത് നല്ല രീതിയിൽ നമ്മളുടെ അടുത്ത് കൺവേ ചെയ്യുന്ന ആൾക്കാരെ കാണും. അവരുടെ അടുത്ത് നമ്മൾ ഓക്കെ കൊടുക്കുക. അതൊരു എത്ര തന്നെ പോയാലും ഒരു 10-27 വയസ്സാവാണ്ട് നമുക്ക് ഒരു എന്താ പറയാ കാൽക്കുലേഷൻ ലേക്ക് നമ്മൾ എത്തില്ല. ഈ ഒരു രീതിയിലായിരിക്കും മേഘ നമ്മളൊരു 19 വയസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല. അന്ന് നമ്മൾ ആളുകളെ കണ്ടിട്ടില്ല, ആണുങ്ങളെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പാർട്ട്ണർ, ഇപ്പം ലെസ്ബിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ അധികം കണ്ടിട്ടില്ല. അതെ, ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികളെ അവർ കണ്ടിട്ടില്ല. എന്താണ് അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവരെങ്ങനെയാണ് ഇങ്ങോട്ട് ഡീൽ ചെയ്യുന്നത് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ഒരു സമയത്ത് തീരുമാനിക്കാതെ കുറച്ചുകൂടി നല്ല ഓപ്ഷൻസ് നമുക്ക് വരും എന്നുള്ളത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മളന്ന് ചിന്തിച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ നമുക്ക് ഇപ്പം മേഘ പറഞ്ഞില്ലേ, നമുക്ക് നിർത്തിയിട്ട് പോരാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കുറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പോയാലും
നമുക്ക് സർവൈവ് ചെയ്ത് നമുക്ക് വരാൻ പറ്റും, സ്റ്റേബിളായിട്ട് നിന്ന് നമുക്ക് ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് ആ ഒരു സാധനം അവിടെ വർക്ക് ആവുള്ളൂ. ഇല്ലാതെ നമ്മൾ വരുമ്പം അയാളുടെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനകത്തുനിന്ന് പോരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ട്രോമ ബോണ്ടിങ്ങിനൊക്കെ ഏറ്റവും ഒരു ചെറിയൊരു റീസൺ എങ്കിലും ഇതാവുന്നുണ്ട് എന്നുള്ളതാണ്.